റമദാൻ മാസത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ വീട്ടിൽ പൈസ വാങ്ങാൻ വരുമല്ലോ. ഒരുപാട് സ്ത്രീകൾ അതുപോലെ തന്നെ മഹലിൻ്റെ കത്തുമായിട്ടൊക്കെ വരുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മഹലിൻ എന്താ പറയുക, ഇങ്ങനെ പാവപ്പെട്ടവരാണ് ഇവരെ സഹായിക്കണമെന്നുള്ള എന്താ പറയുക ഒരു ലെറ്ററൊക്കെ എഴുതിയിട്ട് അതിലൊരു സീല് വെച്ച് കൊടുക്കുന്ന ആ രീതിയുണ്ട്. പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതങ്ങനെയല്ല. ഒരു മഹലിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് ധീരമായിട്ട് പറയുന്ന ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടു. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഉസ്താദുമാർ വളരെ വിരളാണ്. കാരണം മഹൽ കമ്മിറ്റിക്കെതിരെ ഇനി അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴേക്ക് തന്നെ ആ ഉസ്താദിൻ്റെ പേരിൽ പല രീതിയിലുള്ള നടപടികളൊക്കെ പല ഭാഗത്തു നിന്ന് വരും. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ഇനി അതല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഒരു മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരുടെ ചുമതല എന്താണെന്ന് വളരെ ക്ലിയറായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. അത് കേൾക്കാൻ എന്തായാലും നിങ്ങളൊന്ന് കേട്ടോക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം. ഒന്നും ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം അത്രയും ധീരമായിട്ടാണ് അദ്ദേഹം എങ്ങനെയായിരിക്കണം ഒരു മഹല്ലിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ പാവപ്പെട്ടവർ പൈസക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാ ബേസ് എടുത്തിട്ട് അവിടെയുള്ള ഏറ്റവും പൈസക്കാരായിട്ടുള്ള ആൾക്കാർ, അത് പാവപ്പെട്ടവരെ ആ ഒരു സക്കാത്തിൻ്റെ പണം ഉപയോഗിച്ച് സഹായിക്കുകയൊക്കെ ആണെങ്കിൽ എത്രത്തോളം ഗുണകരമാവും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. കാരണം ഈ ഒരു തവണ സക്കാത്ത് വാങ്ങിയ ഒരാൾ അടുത്ത തവണ ആ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെടുമെന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒന്ന് കേട്ടു നോക്ക്. ആരും സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? മഹലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ്, ഭർത്താവ് മരിച്ചവരാണ്, 3 പെൺകുട്ടികളുണ്ട്, രോഗിയാണ്, സഹായിക്കണം, തേങ്ങാക്കൊലയാണ്. എന്നിട്ട് അടിയിൽ മഹല്ല് സെക്രട്ടറിയുടെ സീലും ഒപ്പും വെച്ചു കൊടുക്കുന്ന നാണം കെട്ട പരിപാടിയാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം എന്ന് കരുതിയോ നിങ്ങൾ? അതാണ് മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തം. വെള്ളിയാഴ്ച വേർത്തൊലിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി ഇത് ഖത്തീബ് പറയാണ്, ഇതാ ഇന്ന മഹലിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം, 350 ഉലുവ. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചോളൂ, ഞാനും നിങ്ങളും ഖത്തീബും മഹല്ല് ജമാഅത്തും നാളെ അല്ലാഹുവിന്റെ വിചാരണയിൽ നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ ഒരടി മുന്നോട്ട് വെക്കാനാവാതെ വിറച്ചു പോകും. അതാണ് മഹല്ല് ജമാഅത്ത്. ഇത് അത്ര സുഖമുള്ള പരിപാടിയല്ല. ഖത്തീബാകലും കമ്മിറ്റിയാകലും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ കാട്ടിക്കൊടുത്ത പരിപാടി എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിണ്ടാവും, ഇപ്പൊ ദേശീയ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കറിയാം, പോകേണ്ടവർക്ക് പോവാം, എനിക്കൊരു കുഴപ്പമില്ല. നേൽപ്പിച്ച പരിപാടി ഞാൻ പറഞ്ഞു നിൽക്കാം. മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേര് എഴുതണമെന്ന് പറയില്ലേ, നരകത്തിന്റെ കച്ചിട്ടാണ് എഴുതിണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ ഉസ്താദിന് ശമ്പളം കൊടുക്കുക, അതിന് റെസീവർ പോരെ. തേങ്ങയുടെ കണക്ക് എഴുതുക, റെസീവർ പോരെ. വരിസംഖ്യയുടെ കണക്ക് നോക്കുക. ഇത് 3 മാത്രമാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഞാനൊന്നും അല്ല, ഞാനൊരു മൈലിയെ പറ്റില്ല, അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അബ്സല്യൂട്ട്ലി. ഇതാർക്കെങ്കിലും ഈമാനികമായി മനസ്സിലാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട. ഈമാൻ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ആ ചെക്കൻ പറയുന്നത് ശരിയാണല്ലോ, അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ. നോക്കൂ, റമദാനിലെ നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളില്, പാലക്കാട് നിന്ന്, ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുക. നോമ്പുണ്ടോ അല്ലാഹു ആലം, 10-20 ഉറുപ്പ്യ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുക. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഉണ്ടായത്? ഈ ഒരു ഡാറ്റാ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് ചെയ്യുക, ABCD, എക്കോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം. അതായത് നല്ല സമ്പന്നർ, പകുതി സമ്പന്നർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അതിദാരിദ്ര്യമുള്ളവർ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ സമ്പത്തുള്ളവന്റെ വീട്ടിൽ റമദാൻ 27-ന് മുമ്പിലെ പാത്രത്തിൽ നിന്ന് കൊടുക്കുന്ന 5 രൂപയല്ല സക്കാത്തെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു 50 നല്ല പണക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയാം, നിങ്ങളുടെ മഹല്ലിലെ വളരെ പാവപ്പെട്ട 10-20 ആളുകളുടെ പേരെടുത്തിട്ട് ഈ 50ഓളം പണക്കാർക്ക് കൊടുക്കാൻ, നിങ്ങൾ ഇയാൾക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. എന്താണ് സക്കാത്തിന്റെ സിസ്റ്റം? ഇക്കൊല്ലം സക്കാത്ത് വാങ്ങിയവൻ അടുത്ത കൊല്ലം സക്കാത്ത് വാങ്ങുക അല്ലേ ഹബീബിങ്ങളെ? ഈ കൊല്ലം സക്കാത്ത് വാങ്ങിയാൽ അടുത്ത കൊല്ലം വാങ്ങരുത്. ഇക്കൊല്ലം സക്കാത്ത് വാങ്ങുന്നവൻ ഒരുത്തന്റെ പണം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങട്ടെ, അയാളത് ഓട്ടട്ടെ, അടുത്ത കൊല്ലം അയാൾ സക്കാത്ത് വാങ്ങാത്ത സിസ്റ്റം വരണം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ, മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ നടക്കൂല നിങ്ങൾ കരുതരുത്. നടന്ന മഹല്ലുകളുണ്ട്, ഉറപ്പായിട്ടും നടന്ന മഹല്ലുകളുണ്ട്.
ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നന്നാവും. അതിന് വലിയ പണിയൊന്നുമില്ല. കമ്മിറ്റിയിൽ നിങ്ങളെ ചീത്ത പറയുന്ന മെമ്പർമാരുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ബോഡിയിലും അല്ലാത്തവർക്ക് ചീത്ത പറയുന്ന ഒരു പണിയില്ലാത്ത മെമ്പർമാരില്ലേ, അവരുടെ മണ്ടക്ക് വെച്ചു കൊടുക്കുക.